നമസ്കാരം. ന്യൂസ് മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. രൂപയുടെ മൂല്യം കുറഞ്ഞതോടെ ഗൾഫിൽ നിന്നുള്ള പണമൊഴുക്ക് വർദ്ധിക്കുന്നു. പ്രവാസികൾക്കൊപ്പം മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾക്കും ചാകര. രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്ന് വിലയിരുത്തൽ. ഡോളറുമായുള്ള രൂപയുടെ വിനിമയ മൂല്യം 64 രൂപ 55 പൈസ. ഹജ്ജ് തീർത്ഥാടകരുടെ വരവ് സെപ്റ്റംബർ 7 തുടങ്ങും. തീർത്ഥാടകരുടെ വരവ് ദുൽഹജ്ജ് 4 വരെ. പുണ്യസ്ഥലങ്ങളിലെ കൈമാറ്റം അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് ഹജ്ജ് മന്ത്രി. ഈജിപ്ത് മുൻ ഏകാധിപതി ഹുസ്നി മുബാറക് ജയിൽ മോചിതനായി. മുബാറക്കിനെ പട്ടാള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമാധാനപരമായി സമരം നടത്തുന്നവരെ കൊല്ലുന്നത് മതനിഷിദ്ധമെന്ന് യൂസുഫുൽ കർലാവിയുടെ ഫത്വ. ഈജിപ്തിൽ നാളെ രക്തസാക്ഷികളുടെ വെള്ളിയാഴ്ചയായി ആചരിക്കാൻ ബ്രദർഹുഡിന്റെ ആഹ്വാനം. സിറിയയിൽ രാസായുധം പ്രയോഗിച്ച സംഭവത്തിൽ നടപടിയെടുക്കണമെന്ന് ലോകരാജ്യങ്ങൾ. സിറിയ നിയന്ത്രണ രേഖ കടന്നതായി തുർക്കി. ഐക്യരാഷ്ട്രസഭയെ നോക്കി നിൽക്കാതെ ഇടപെടണമെന്ന് ഫ്രാൻസ്. രാസായുധം പ്രയോഗിച്ച മേഖലയിൽ കുടുങ്ങിപ്പോയ ജനങ്ങളെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭാ സംഘം അന്വേഷിക്കണമെന്ന് സിറിയയിലെ പ്രതിപക്ഷ സഖ്യം. വോളിബോൾ താരം ടോം ജോസഫിന് ഇത്തവണയും അർജുന അവാർഡില്ല. പട്ടിക പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് കായിക മന്ത്രാലയം. കായിക മന്ത്രിയുടെ നിർദ്ദേശം തെരഞ്ഞെടുപ്പ് സമിതി തള്ളി. നടപടി അപമാനകരമെന്നും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ വൈകിയെന്നും ടോം ജോസഫ്. വാർത്തകൾ വിശദമായി. രൂപയുടെ മൂല്യം കുറഞ്ഞ സാഹചര്യത്തിൽ ഗൾഫ് നാടുകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള പണമൊഴുക്ക് വൻതോതിൽ കൂടി. അനുകൂല സാഹചര്യം മുതലെടുക്കാനുള്ള ശ്രമത്തിലാണ് ഗൾഫ് പ്രവാസികൾ. ഈ സാമ്പത്തിക വർഷം $70 ബില്യൺ മുകളിലായിരിക്കും ഗൾഫിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കുറഞ്ഞ കാലത്തേക്കുള്ള പണത്തിന്റെ മൂല്യശോഷണം ഗുണം ചെയ്യുന്നത് പ്രവാസികൾക്കാണ്. GCC രാജ്യങ്ങളിൽ നിക്ഷേപമുള്ള പ്രവാസികൾ അവ നാട്ടിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ക്രെഡിറ്റ് കാർഡ് സൗകര്യമുള്ളവർ കടമെടുത്തും നാട്ടിലേക്ക് പണം അയക്കുന്നുണ്ട്. രൂപയുടെ മൂല്യം ഡോളറിന് 70 വരെ എത്തുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടലിനെ കാത്തിരിക്കുന്നവരാണ് ചിലർ. 2012 മെയ് ജൂൺ മാസങ്ങളിൽ രൂപയുടെ മൂല്യം ഡോളറിന് 53 രൂപ വരെ എത്തിയപ്പോൾ ഗൾഫിൽ നിന്നുള്ള നിക്ഷേപ കൈമാറ്റം സജീവമായിരുന്നു. ഇതുകാരണം കുറഞ്ഞ വരുമാനക്കാർക്ക് ഇപ്പോൾ നാട്ടിലേക്ക് അയക്കാൻ കരുതിവെപ്പില്ല. ഉന്നത ഇടത്തരം വരുമാനമുള്ളവരാണ് ബാങ്കുകൾ വഴി പണം നിക്ഷേപിക്കുന്നത്. സ്ഥിര നിക്ഷേപങ്ങൾ മൂല്യശോഷണ സമയത്ത് പിൻവലിക്കാനുള്ള സൗകര്യങ്ങളും ബാങ്കുകൾ നൽകുന്നു. സാധാരണ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാസം തോറും ഒരു 1500 അല്ലെങ്കിൽ 2000 ദിറാം കിട്ടുന്നു. ഈ ഡോളർ പാരിറ്റി കൂടുന്ന ഒരു സിറ്റുവേഷനിൽ അയക്കാനായിട്ടൊന്നും അവർക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മുടെ ബാങ്കിൽ ഏതാണ്ട് ഒരു 150 കോടി മുതൽ 200 കോടി വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റെമിറ്റൻസ് വരികയുണ്ടായി. തീരെ വരുമാനം കുറഞ്ഞവർ നാട്ടിലേക്ക് പണമയക്കാൻ സ്വകാര്യ സാമ്പത്തിക സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 30% സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണമൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ബാങ്കുകളിലെത്തുന്ന പണം വ്യവസായ, വിദ്യാഭ്യാസ, ടൂറിസം മേഖലകളിൽ നിക്ഷേപിക്കാനുള്ള സാഹചര്യമൊരുക്കിയാലേ കേരളത്തിനത് ഗുണകരമാവൂ. നജാത്തുള്ള, മീഡിയ 1, കോഴിക്കോട്. ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം റെക്കോർഡ് കൈവരിച്ചതോടെ പ്രവാസികൾക്കൊപ്പം മണി എക്സ്ചേഞ്ച് സ്ഥാപനങ്ങൾക്കും ചാകര. രൂപയുടെ മൂല്യം ഇനിയും ഇടിയുമെന്ന പ്രതീക്ഷയിൽ ഒരു വിഭാഗം കാത്തിരിക്കുമ്പോൾ നാട്ടിലെ വർദ്ധിച്ച ചെലവുകളോർത്തുള്ള സങ്കടത്തിലാണ് സാധാരണ പ്രവാസികൾ. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫിലെ മണി എക്സ്ചേഞ്ചുകൾക്കും ഇത് കൊയ്ത്തുകാലം. മികച്ച വിനിമയ മൂല്യം ലഭിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലാണ് സാധാരണക്കാരായ പ്രവാസികളിൽ ഭൂരിഭാഗവും. അതേസമയം ലോണെടുത്തും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പിൻവലിച്ചും പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലേക്ക് പണം ധാരാളമായി അയക്കുന്നുണ്ട്. മാസാവസാനത്തോടെ ശമ്പളം ലഭിക്കുന്നതോടെ നാട്ടിലേക്ക് കൂടുതൽ പണം പ്രവഹിക്കും. ബിസിനസ്സുകാർ വൻതോതിൽ തന്നെ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തകർച്ചയെ തുടർന്ന് UAE ദിർഹം ഉൾപ്പെടെ എല്ലാ ഗൾഫ് കറൻസികളുടെയും വിനിമയ മൂല്യം ഗണ്യമായി ഉയർന്നിരിക്കുകയാണ്. ഒരു UAE ദിർഹമിന് 17 രൂപ 60 പൈസക്ക് മുകളിലായിരുന്നു ഇന്ന് കാലത്ത് വിനിമയ മൂല്യം. ഒരു ഡോളറിന് 65 ഇന്ത്യൻ രൂപയെന്ന കടമ്പയും കടന്നതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ഇനിയും ഉയരുമെന്ന് കണ്ട് നാട്ടിലേക്ക് പണം അയക്കാൻ കാത്തിരിക്കുന്നവരും കുറവല്ല. ബാങ്കുകളും പലതും പറയുന്നത് ഈ ട്രെൻഡ് ഇനി കൂടുന്നാണ് പറയുന്നത്. 70 വരെ പോകുന്ന പല ബാങ്കുകളും പറയുന്നുണ്ട്. പക്ഷേ RBIയും ഗവൺമെൻറ്റും വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അവർ സ്റ്റെപ്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് അതിൻ്റെ ഇത് കാണില്ല, ടൈം എടുക്കും. ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ഉയർന്നെങ്കിലും നാട്ടിലെ ചെലവുകൾ വർദ്ധിക്കുന്നത് കാരണം പറയത്തക്ക നേട്ടമൊന്നും പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. എത്ര പൈസ നാട്ടിലേക്ക് അയച്ചാലും ഇവിടുന്ന് അയക്കണേൽ മൂല്യം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ സാധനങ്ങൾക്ക് അതുപോലെ വില കൂടുകയാണ്. പുള്ളിക്ക് തന്നെ റെക്കോർഡ് വിലയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര അയച്ചാലും അവിടെ പോരാണ്ട് വരും. അതേസമയം ബിസിനസ്സുകാർ ഉൾപ്പെടെ വലിയ തുക കൈമാറുന്നവർക്ക് ഇത് തീർച്ചയായും വലിയ മെച്ചമാണ് ഉണ്ടാക്കുന്നത്. MCA നാസർ, മീഡിയ 1, ദുബൈ. ഹജ്ജിനായി സെപ്റ്റംബർ 7 മുതൽ തീർത്ഥാടകരുടെ വരവ് ആരംഭിക്കുമെന്ന് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവള ഹജ്ജ് ഉംറ ഓഫീസ് മേധാവി ഖാലിദ് അൽ ഹർബി അറിയിച്ചു. ദുൽഹജ്ജ് 4 വരെ തീർത്ഥാടകരുടെ വരവ് തുടരും. തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി.
സെപ്റ്റംബർ 7 മുതൽ തീർത്ഥാടകരുടെ വരവ് ആരംഭിക്കുമെന്ന് ജിദ്ദ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവള ഹജ്ജ് ഉംറ ഓഫീസ് മേധാവി ഖാലിദ് അൽ ഹർബി പറഞ്ഞു. ദുൽഹജ്ജ് 4 വരെ തീർത്ഥാടകരുടെ വരവ് തുടരും. സിവിൽ ഏവിയേഷൻ മേധാവി അമീർ ഫഹദ് ബിൻ അബ്ദുള്ളയുടെ നിർദ്ദേശത്തെ തുടർന്ന് തീർത്ഥാടകർക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിനാവശ്യമായ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകൾക്ക് കീഴിൽ ഹജ്ജ് തീർത്ഥാടകരെ സ്വീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട വിവിധ ഗവൺമെന്റ് വകുപ്പുകളുടെ സേവനം ഹജ്ജ് ടെർമിനലിൽ ഈ മാസം അവസാനം ആരംഭിക്കും. ഇവർക്ക് പുറമെ യുണൈറ്റഡ് ഏജൻസീസ് ഓഫീസിന് കീഴിൽ 8,000-ഓളം പേർ വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജോലിക്കും രംഗത്തുണ്ടാകും. ഹജ്ജ് ടെർമിനലിനകത്തെ തീർത്ഥാടകരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഇൻഫർമേഷൻ കേന്ദ്രം, ആരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിൽ ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഉംറ തീർത്ഥാടകരുടെ തിരിച്ചുപോക്കിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇതോടെ ഹജ്ജ് ടെർമിനൽ അടച്ചു. ഇനി മടക്കയാത്രക്കെത്തുന്നവരെ വടക്ക് ടെർമിനലിലേക്ക് തിരിച്ചുവിടും. ഉംറ സീസൺ തുടങ്ങിയതു മുതൽ ഇതുവരെ 26 ലക്ഷം തീർത്ഥാടകർ ജിദ്ദ വിമാനത്താവളം വഴി തിരിച്ചുപോയിട്ടുണ്ട്. 15,380 സർവീസുകളിലായാണ് ഇവർ മടങ്ങിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 103 സർവീസുകളിലായി 9,558 തീർത്ഥാടകർ മടങ്ങിയതായും അദ്ദേഹം പറഞ്ഞു. മീഡിയ 1 ജിദ്ദ. ഹാജിമാർക്ക് സംസം നിറച്ച ബോട്ടിൽ വിതരണം ചെയ്യുമെന്ന് ഇരുഹറം കാര്യാലയ മേധാവി ഡോക്ടർ അബ്ദുറഹ്മാൻ അൽ സുദൈസി അറിയിച്ചു. കഴിഞ്ഞ റമദാനിൽ സംസം വകുപ്പിന് കീഴിൽ സേവനത്തിൽ ഏർപ്പെട്ടവരെ ആദരിക്കാൻ ചേർന്ന ചടങ്ങിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഓരോ തീർത്ഥാടകനും സംസം എന്ന ക്യാമ്പയിന്റെ ഭാഗമാണിത്. തീർത്ഥാടകരുടെ വരവ് തുടങ്ങുന്നതോടെ ഇത് ആരംഭിക്കും. ഇക്കഴിഞ്ഞ റമദാനിൽ ഉംറ തീർത്ഥാടകർക്ക് സംസം വിതരണം ചെയ്തിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഹജ്ജ് തീർത്ഥാടകർക്കും സംസം വിതരണം ചെയ്യുന്നത്. മക്ക ഹറം വികസന നിർമ്മാണ ജോലികൾക്ക് സ്ഥാപിച്ച ക്രെയിനുകളുടെ എണ്ണം 87ആയി. ഇതിൽ 76 എണ്ണം ഹറം വടക്ക് ഭാഗത്ത് മുറ്റങ്ങളിലും 11 എണ്ണം മത്താഫ് വികസനം നടക്കുന്ന സ്ഥലത്തുമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ലോകത്തെ 2ാമത്തെ ഏറ്റവും ഉയരം കൂടിയ ക്രെയിനും ഇക്കൂട്ടത്തിലുണ്ട്. ഇതിന്റെ നീളം 160 മീറ്ററിലധികമാണ്. 300 ടൺ സിമന്റും മറ്റ് സാധനങ്ങളും വഹിക്കാൻ ശേഷിയുള്ളതാണിവ. മത്താഫ് വികസനത്തിന് 30ഓളം ക്രെയിനുകൾ കൂടി ഉടൻ സ്ഥാപിക്കും. 2000 എഞ്ചിനീയർമാരും 10,000-ഓളം തൊഴിലാളികളും ഹറം വികസന നിർമ്മാണ ജോലികളിൽ ഏർപ്പെട്ടു വരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന് ഖത്തർ പൗരന്മാർ. ഡെവലപ്മെന്റ് പ്ലാനിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം നടത്തിയ സർവേ റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഖത്തർ പൗരന്മാർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകാനും നിശ്ചിത കോട്ട നിശ്ചയിക്കാനുമുള്ള അധികൃതരുടെ നീക്കങ്ങൾക്ക് തടസ്സമാകുന്ന തരത്തിലുള്ള സർവേ റിപ്പോർട്ടാണ് മന്ത്രാലയത്തിന്റേത്. തൊഴിൽ രഹിതരായ ഖത്തർ പൗരന്മാരിൽ 71% പേരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലി സമയം, പ്രത്യേകിച്ച് ദിവസത്തിലുള്ള 2 ഷിഫ്റ്റ് സമ്പ്രദായമാണ് മുഖ്യ കാരണമായി പറയുന്നത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വേതനവും ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടി വരുന്നതും മറ്റു കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മീഡിയ 1 ഖത്തർ. കുവൈത്തിൽ സ്വദേശി പാർപ്പിട മേഖലകളിൽ താമസിക്കുന്ന വിദേശികളെ കണ്ടെത്താൻ പരിശോധനാ നടപടികളുമായി മുനിസിപ്പാലിറ്റി രംഗത്ത്. വില്ലകൾ വിദേശികൾക്ക് വാടകയ്ക്ക് നൽകുന്ന പൗരന്മാർക്കെതിരെയും നടപടിയുണ്ടാകും. അർദിയ, ഫിർദോസ്, സെൽവ തുടങ്ങി സ്വദേശി മന്തക്കകളിൽ ബാച്ചിലർ റൂമുകളിലായി 100 കണക്കിന് മലയാളികൾ താമസിച്ചു വരുന്നു. ഇത്തരം മന്തക്കകളിൽ വിദേശികൾക്ക് താമസിക്കുന്നതിന് നിയമപരമായ വിലക്കുണ്ടെങ്കിലും പലപ്പോഴും കുവൈറ്റികൾ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി തങ്ങളുടെ വീടിന്റെ ഒരു ഭാഗം വാടകയ്ക്ക് കൊടുക്കാറാണ് പതിവ്. എന്നാൽ വിലക്ക് കർശനമാക്കാനും പരിശോധനകൾ സജീവമാക്കാനുമാണ് കുവൈറ്റ് മുനിസിപ്പാലിറ്റിയുടെ പുതിയ തീരുമാനം. ഇതോടൊപ്പം വിദേശികൾ കുടുംബസമേതം താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ബാച്ചിലർ താമസക്കാരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഉയർന്നു വന്നിട്ടുണ്ട്. സ്വദേശി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ബക്കാലകളും മറ്റും എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണമെന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനങ്ങൾ മലയാളികളടക്കം നല്ലൊരു ശതമാനം പ്രവാസികൾക്ക് വൻ പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കും. പ്രവാസികൾ വരുമാനത്തിന്റെ നല്ലൊരു വിഹിതം വിനിയോഗിക്കുന്നത് താമസ ചെലവുകൾക്കാണ്. ഇതാകട്ടെ ദിനംപ്രതിയെന്നോണം വർദ്ധിക്കുകയും ചെയ്യുന്നു. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ്. കുവൈത്തിൽ 4 മാസത്തിനിടെ പിടിച്ചെടുത്തത് 11,000 വാഹനങ്ങൾ. പിഴയടച്ച് തിരികെ വാങ്ങാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുമെന്ന് ഗതാഗത മേധാവി അറിയിച്ചു. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ കണക്കുകളാണ് ട്രാഫിക് വിഭാഗം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. 3000 വാഹനാപകടങ്ങളും 111 ജീവഹാനിയുമാണ് ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 4,28,000 പേർക്ക് ഗതാഗത നിയമലംഘനത്തിന് നോട്ടീസ് നൽകിയതായും 2,127 പേർ അറസ്റ്റിലായതായും കണക്കുകൾ പറയുന്നു. അതേസമയം പിഴയടച്ചു തിരികെ വാങ്ങാത്ത വാഹനങ്ങൾ ഉടൻ ലേലം ചെയ്യുമെന്ന് ഗതാഗത വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ ഫത്താഹ് അലി മുന്നറിയിപ്പ് നൽകി. ഇനിയും പിഴയടച്ചു തിരികെ കൊണ്ടുപോകാത്ത വാഹനങ്ങൾ പൊതുലേലത്തിൽ വെക്കുമെന്നും ലഭ്യമാകുന്ന തുകയിൽ നിന്ന് പിഴ ഈടാക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം ട്രാഫിക് മേധാവി പറഞ്ഞത്. വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതോടുകൂടി ഉണ്ടാകാനിടയുള്ള ഗതാഗതക്കുരുക്കുകൾ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത പരിശോധനകൾ തുടരുകയാണ്. മീഡിയ 1 കുവൈറ്റ്. വിദ്യാഭ്യാസം ഏറ്റവും ചെലവേറിയ രാജ്യങ്ങളിൽ 4ാം സ്ഥാനം UAEക്ക്.
HSBC പുറത്തിറക്കിയ പുതിയ സർവേ റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. ആളോഹരി വരുമാനത്തിന്റെ പകുതിയോളം വിദ്യാഭ്യാസത്തിനായി ചെലവിടാൻ UAE-യിലെ നല്ലൊരു ശതമാനം തയ്യാറാകുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു. കാനഡ, സിംഗപ്പൂർ, ജപ്പാൻ എന്നിവയാണ് വിദ്യാഭ്യാസ ചെലവ് കൂടിയ ലോകത്തെ മറ്റു രാജ്യങ്ങൾ. ഖത്തറിൽ മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമാകുന്ന കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അധികൃതർ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തി. ദോഹ വിമാനത്താവളം, അബു സമറ അതിർത്തി, തുറമുഖങ്ങൾ തുടങ്ങി ഖത്തറിലേക്കുള്ള എല്ലാ പ്രവേശ മാർഗങ്ങളിലേക്കും ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തറിലെ പ്രവാസികൾക്ക് വെബ്സൈറ്റ് വഴി മെഡിക്കൽ ചെക്കപ്പിന് അപ്പോയിന്റ്മെന്റ് എടുക്കാനുള്ള സംവിധാനം വികസിപ്പിക്കാൻ മെഡിക്കൽ കമ്മീഷൻ തീരുമാനിച്ചു. ഫാമിലി വിസയിലും വീട്ടുജോലിക്കുമായി വ്യക്തിഗത സ്പോൺസർഷിപ്പിലും എത്തിയവർക്കാണ് ഈ സൗകര്യമുള്ളത്. നിലവിൽ കമ്പനി വിസയിൽ എത്തുന്നവർക്ക് ഈ സൗകര്യമുണ്ട്. 6 മാസത്തിനകം പദ്ധതി നടപ്പിൽ വരുത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മെഡിക്കൽ കമ്മീഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ ഇബ്രാഹിം അൽ ഷഹർ അറിയിച്ചു. ഖത്തറിലെ ഗറാഫ പ്രദേശത്ത് തിങ്കളാഴ്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. അൽമായിൻ റൗണ്ട് എബോട്ടിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന്റെ വടക്ക് വശത്തുള്ള 2 വരി പാതയിലൂടെ ഗതാഗതം നിരോധിക്കും. ഇതിനു പകരം 3 വരി പാതയിലൂടെ ഗതാഗതം തിരിച്ചുവിടും. അൽ ഗറാഫ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഈ നടപടി.